മാമ എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. ഇപ്പം നമ്മുടെ ചെന്നിക്കുത്ത്, അതായത് മൈഗ്രെയിനൊക്കെ, ഈ നമുക്ക് സ്ഥിരമായിട്ട് മൈഗ്രെയിനൊക്കെ ഉണ്ടാവുന്നത് ബാധാദോഷം കൊണ്ടുണ്ടാവണ കാര്യമാണോ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് മൈഗ്രെയിനൊക്കെ ഉണ്ടാവണത്? അത് ഞാനിത് വളരെയധികം ശ്രദ്ധാപൂർവം പഠിച്ചേക്കണ ഒരു ടോപ്പിക്കാണിത്. കുറേ ആൾക്കാർക്ക് ഇതുപോലെ സ്പിരിച്വാലിറ്റിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ അറിയാതെ തന്നെ അവർക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്നുണ്ട്. ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് അൺവാണ്ടഡ് തോട്ട്സ് ഉള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നം വരുന്നത്. അതും ആത്മീയമായ പാതയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാകുമ്പോൾ രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അല്ലാതെ വരുന്നുണ്ട്, ആത്മീയ പാത ഇല്ലാത്ത ആൾക്കാർക്ക് മൈഗ്രെയിൻ ഉണ്ട്. പക്ഷേ ഈ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം കുണ്ടലിനിയുടെ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ, ഈ കുണ്ടലിനി റൈസായിട്ട് നമ്മൾ മുകളിലേക്ക് മുതലാത്തിൽ നിന്ന് ഉയരുന്ന സമയത്ത് ഇത് മുകളിലേക്ക് വരുമ്പോൾ എമോഷണൽ ചക്രയിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും, അത് നമ്മുടെ എമോഷണൽ ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ വികാരങ്ങൾ, അതെ, സോളാപെക്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് അൺവാണ്ടഡ് സംഭവങ്ങൾ നമ്മുടെ ആ ചക്രയിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ സാധനം റൈസായി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. ബോഡി ആ ഭാഗത്തുള്ള ചുമക്കുമായി ബന്ധപ്പെട്ട് ഇതേപോലുള്ള ഇഷ്യൂസ് വരികയും നമ്മൾ അത് വൊമിറ്റ് ചെയ്ത് കളയാനുള്ള, പുറത്തേക്ക് കളയാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ആ ടെൻഡൻസി കാണിക്കുമ്പോൾ നമുക്കിതുപോലെ ഛർദി കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുന്നു. നമ്മുടെ ബാക്കിൽ കൂടി ഗ്യാസ് കയറിയിട്ട് നാടിനോട്ട് വന്നിട്ട് തലയിലോട്ടും കഴുത്തിലേക്കൊക്കെ വന്ന് കഴുത്ത് സ്റ്റിഫാവുന്നു. അപ്പോൾ അവിടെ ഞാൻ ഏറ്റവും പറഞ്ഞ സാധനം വന്നു, കഴുത്ത് സ്റ്റിഫ്നെസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ മിക്കവരും ഈ മൈഗ്രെയിൻ വന്ന ആൾക്കാരൊക്കെ വൊമിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കും. ഇത് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയാനുള്ള കാരണം എന്നറിയോ, ഇത് എനിക്കുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അതൊരു സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റഡി ആയ സമയത്ത് അങ്ങോട്ട് മാറുകയും ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് തന്നെ ചെയ്യാന്നുള്ളൂ, ഇവിടെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പയ്യെ പ്രസ് ചെയ്യുക, വിടുക. അത് പലതവണ ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദനയും മാറും, നിങ്ങളുടെ ഈ പ്രശ്നവും മാറും. സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്ന വിഷയമുള്ളത്. അത്തരം വിഷയങ്ങളിൽ നിങ്ങളൊന്ന് പരീക്ഷ ചോദിക്കോളൂ. ഓക്കെ.